ഇപ്പം എല്ലാവർക്കും മുന്നേ പുതിയ വീട്ടിലേക്ക് പോകുന്ന സ്വാഗതം ഗൈസ്. എല്ലാവരും വീഡിയോക്ക് ലൈക്കില്ലല്ലോ ഗൈസ്. എല്ലാവരും വീഡിയോക്ക് ലൈക്കൊക്കെ ചെയ്യും, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് പ്ലീസ് ഗൈസ്, പ്ലീസ് 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 ഗൈസ്. കാര്യത്തിൽ നമുക്കിപ്പോൾ ഗോൾഡ് 10 ആയിട്ടുള്ളൂ. ഗോൾഡ് അയണ് 2 അയണോ? അല്ലല്ലോ, അതെങ്ങനെ 2 അയണായത് ഗൈസ്? ഞാൻ 10 വെച്ചല്ലോ. ഞാൻ എവിടെയോ കളഞ്ഞു. ഇല്ലല്ലോ. അത് മാറ്റിയില്ല. നൈറ്റ് ആവുണ്ടോന്നൊരു സംശയം ഇല്ലായില്ല. 10 അയൺ ഉണ്ടായിരുന്നു തോന്നുന്നു ഗൈസ്. 10 അയൺ ഇല്ലെങ്കിൽ ഏതായാലും 10 അയണില്ല ഒരു എൻ്റെ മനസ്സിൽ പറയണത് ഗൈസ്. എൻ്റെ ഒരു 10 അയൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 അയൺ ഇപ്പോൾ 2 അയണായി. എന്തോ ഒരു എന്താ മിസ്റ്റേക്ക് പോലെ എന്തോ ഒരു ഇതുണ്ട് കഴിച്ചാലും ഒരു ലാഗ് അടിച്ചത്. നമ്മളൊരു ആമ പോണ കഴിച്ചാണ് ലാഗ് അടിച്ചിട്ടുണ്ട് കഴിച്ചു. സോറി ആമക്കോട്ടെ, എൻ്റെ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ ലാഗ് അടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലായിരുന്നില്ല. ലാഗ് അടിച്ചിട്ട് മാതിരി ഉണ്ട്. ഏതായാലും നമുക്ക് എവിടെ ഒരു നല്ലൊരു വില്ലേജ് കണ്ടെത്തണം ഗൈസ്. വില്ലേജ് അന്നത്തെ കണ്ടുപിടിച്ചായ വില്ലേജ് വേണ്ട, അങ്ങനത്തെ ഒരു വില്ലേജ് വേണ്ട. ഒരു തൊട്ടപ്പുറത്ത് നല്ലൊരു സ്ഥലമുള്ള ഒരു വില്ലേജ് ആവുമ്പോൾ അതൊരു സംശയം കഴിക്കും. 10 ആണിട്ടുണ്ടെന്ന് തോന്നുന്നത് കയ്യിൽ. ഒരൊപ്പം നോക്കുമ്പോൾ 2 ആയിരുന്നു. അതിപ്പോൾ എങ്ങനെയാണ്? എനിക്കൊരു ഐഡിയ ഇല്ല കേസ്. 10 ആയണിപ്പോൾ എങ്ങനെ ആയിരുന്നു? 10 ആയണില്ലത് 2 ആയണിങ്ങനെ ആയതെന്ന് ഒരു
ഒരു സ്കെൽറ്റൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പം കടന്നുറങ്ങ് കടന്നുറങ്ങിക്കോല്ലേ സ്കെൽറ്റൻ. ഇവിടുന്ന് സ്കെൽറ്റൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ ഒരു കേവിന് കയറാം. ഓക്കെ, ആടൊക്കെ ഫോണൊക്കെ കേവാണല്ലോ. മറ്റേ ചെറിയ സാധനം എന്താ പറയുക, നമ്മളെ ഇപ്പം ഹങ്കറിന് നല്ലത് ഫുഡ്. എന്താ രസമല്ലേ വെള്ളത്തിലടി കാണാൻ. ഒരു വെള്ളത്തിൽ ചാടി പോകാറുണ്ട് കഴിച്ച്. ആ വെള്ളത്തിൻ്റെ ഇത് കാണുമ്പോൾ ഒരു ക്ലിയർ കാണുമ്പോൾ, മറ്റേ ഈ മോടി ചേർക്കാത്താകുമ്പോൾ ഇതാവും ഒരു നല്ല വെള്ളത്തിലടി ചോദിന് ഒരു ക്ലിയറും ഉണ്ടാവില്ല, ഒന്നും കാണാനുണ്ടാവില്ല. ഈ ഒരു മൂടി ചേർത്തപ്പോൾ ഒക്കെ നല്ല ക്ലിയറുണ്ട് വെള്ളം. ലേഖ അടിച്ചിട്ടുണ്ട്. അതാണ് ഇച്ചിരി പ്രശ്നം. നിങ്ങോട്ട് പോകാനാണ് പറയുന്നത്, ആ ഭാഗത്തേക്കോ? നോക്കട്ടെ. എന്നാലും ഇവിടെ മത്തനാണ് പോയിപ്പോ. നമുക്ക് ഈ ഭാഗത്ത് പോയേക്കാം. ഈ ഭാഗത്ത് പോവാം. ഹങ്കർ പെട്ടെന്ന് കുറയുണ്ടായതല്ലോ. ഇതാണ് ഒരുമാതിരി. എന്നാലും 10 അയണിൽ എങ്ങനെ പോകും? 2 അയണായില്ല. അതാണ് ഒരു എത്തിപ്പിടിയും കിട്ടാത്ത കേസ്. ഒരു നല്ലൊരു വില്ലേജ് കിട്ടിയെങ്കിൽ ഇന്നിപ്പോൾ ഫേസ് മുഖം കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാനത് ഓണാക്കാൻ മറന്നു കേസ്. ഇത് വേക്കടിച്ചതാക്കിയാൽ ചിലപ്പോൾ അത് പോയാലും ചിലപ്പോൾ പോകലുണ്ട് ചില നേരത്ത്. ഒരു വില്ലേജ് കിട്ടി. എന്നാലും ഒരു നല്ലൊരു പ്ലേസ് കിട്ടും വേണം, എന്നാലേ നമുക്കൊരു വീടുണ്ടാക്കാനൊരു ഇതുള്ളൂ. സ്റ്റോറേജ് ബോക്സിൽ ഇതിനുള്ളിൽ ഇരുട്ടിലൊക്കെ താമസിക്കും. ഇതിൽ ബ്രെഡൊന്നുമില്ലല്ലോ. ഈ ഒരു സഞ്ചി എടുക്കണം.
കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു കിട്ടും. ഇത് നല്ലതാണില്ലേ ഈ കവറിൻ്റെ അത്, ഒരു സഞ്ചി പോലെ സാധനം. നമ്മൾ നല്ല ഒഴിഞ്ഞിങ്ങനെ ഇതെത്തിനത് ചണ്ടി നമ്മൾ കൊണ്ട് അത് വന്നിട്ട് ഇത് നമുക്ക് പുറത്തൊക്കെ നമുക്ക് ആവശ്യം വരുന്ന ഫുഡ് വെച്ചിട്ടൊക്കെ ഫുഡ് സംഭവമാണ്. നല്ലൊരു വില്ലേജ്, ഈ ഒരു വില്ലേജ് ഒരു എന്തോ ഒരു മാതിരി. മറ്റു തരത്തിലൊരു വില്ലേജാണ്. അതിൻ്റെ ഒരു ബ്രെഡുണ്ടോ? ബ്രെഡില്ല, മറ്റേ കുന്തമടി ഉണ്ട്, പിന്നെ അയണിൻ്റെ വിക്കക്സ് ഉണ്ട്, കുതിരമടാൻ്റെ ഇതുണ്ട്. ഇതിലേക്ക് അടിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം അയൻകോളത്തിന് സിക്ക് കൊടുക്കണ്ട. അയൻകോളത്തിൻ്റെ കയ്യിൽ ഒരു അടിയെടുത്താൽ ചിലപ്പോൾ നമ്മൾ ചാവ് കിട്ടും. ബ്രെഡ് ഒരു നല്ല വില്ലേജ് ആയിട്ട് തോന്നില്ലല്ലേ? ചെറിയൊരു സ്ഥലത്തൊരു വില്ലേജിനാണ് പ്രശ്നം വെച്ചത്. പക്ഷെ ഈ ഭാഗത്തുള്ളത് ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മരത്തിന് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പറ്റിയില്ല. മരം വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനൊക്കെ നല്ലതാണ് ഈ വീടല്ല. വില്ലേജസൊക്കെ ഓടിപ്പോയി. എന്താ അയൻകുളം ഇങ്ങോട്ട് ഓടി വരാഞ്ഞ്? ചെറിയ വീഡിയോയിലൊക്കെ കാണാൻ അത് ബെല്ലടിച്ചുമ്പോൾ അയൻകുളമൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ ഓടി വരുന്നു. ഈ ബെല്ലടിച്ച ഭാഗത്തേക്ക് എന്തായിട്ടോ നല്ലൊരു സാധനം കിട്ടില്ല. പിന്നെ ഒരു ഇതില്ലേ, ഇതിൻ്റെ ഏതോ ഒരു ഭാഗത്ത് പോയാണ്ട് ആ ഭാഗത്ത് കുറേ പോയി നോക്കിയപ്പം നമുക്ക് ഉദ്ദേശിച്ച സ്ഥലം കിട്ടുന്നത്. അത് നോക്കല്ലേ, നമുക്ക് ഈ ഭാഗത്ത് പോകുമ്പോൾ നേരെ പോയി നമുക്ക് വേറെ ഒരു വില്ലേജ് ഇട്ട് നോക്കാം. പക്ഷെ കുറേ പോകേണ്ടി വരും. ചില വില്ലേജ് പോകാൻ കുറേ പോകേണ്ടി വരും. അതാണ് ചെറിയത്. ഓ നേരെ അങ്ങോട്ട് പോയെങ്കിൽ ഇപ്പോൾ ലാവി കഴിഞ്ഞ് പോയെന്നെ. ലാവി പോയാൽ കൊണ്ട് നമ്മൾ ആഴ്ച തൊട്ട് കുറച്ച് കളിച്ചാൽ ഒരു ചടപ്പേക്കാരം എല്ലാവർക്കും. മക്കൾക്ക് വീണ്ടും തോക്കുക, വീണ്ടും തന്നെ കളിച്ചാൽ അത് നിങ്ങൾക്ക് ഒരു ചടപ്പേക്കാരല്ലേ ഗൈസ്. ഷസ്ത പിന്നെ നമ്മളിത് കളിച്ചില്ല ഗൈസ്. മൈൻക്രാഫ്റ്റ് കളിച്ചു. പക്ഷെ മൈൻക്രാഫ്റ്റ് നമുക്ക് ഇതാക്കാം, റീൽസാക്കി എടുക്കാം നമുക്ക്. മഞ്ഞുകാലത്ത് പോകുന്നത് ഇഷ്ടമല്ല, പരിപാടിയൊന്നും ഇല്ല. എന്നാലും ഒരു നല്ലൊരു വില്ലേജ് കണ്ടെത്താൻ വേണ്ടിയാണ് പോവുകയാണെന്നുള്ളൂ.
രാത്രിയാവാനായോ എന്നൊരു സംശയം. എന്താ ഉറങ്ങാത്തെ? ഓക്കെ, അപ്പം എത്ര ദിവസമായി ഇപ്പോൾ നമ്മൾ ഇതായിട്ട്? 5 ആയില്ലേ? ക്രീപ്പർ ഓടിക്കോ ഇവിടുന്ന്, അതിൽ നേരെ നിൽക്കണ്ട. വേഗം എന്തൊരു കിട്ടാത്ത മരത്തിൻ്റെ ഒരു വിത്ത് ഇട്ടില്ലല്ലോ. 2 ഇവിടെ കാരം തോട്ടിച്ചിട്ട് നമ്മളല്ല കഴിച്ച് നമ്മളിപ്പോൾ ഒന്ന് ഇവിടെ നോക്കണുള്ളൂ. ഇതൊക്കെ വൈക്ക് പോകണ്ടേ നമ്മൾ? എല്ലാ മറ്റേ വള്ളത്തിലെ സോംബി വാട്ടർ സോംബി ഒക്കെ പോലെ. കാണില്ലല്ലോ ഗൈസ്, നല്ലൊരു വില്ലേജ് കണ്ടെത്താൻ കഴിയില്ലല്ലോ. ഇന്നത്തെ തരത്തിലുള്ള വില്ലേജ് പോയി ചെറിയ കേവാണെങ്കിൽ വലിയ കേവാണെങ്കിൽ പേടിക്കണം. ഇന്നത്തെ സ്ഥലത്താണ് ഒരു പേരുണ്ടാക്കുന്നത്. അത് തരാകുമ്പോൾ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഓരോ ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് അത്ര വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും എനിക്കറിയില്ല. വീടും കാര്യങ്ങളും അത്ര രസമൊന്നും ഉണ്ടാവില്ല, എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വീടൊക്കെ ഉണ്ടാക്കും. എനിക്ക് ഈ വാക്കുണ്ടാക്കാൻ ഈ ഭാഗത്ത് ഒരു 10-25 ഉണ്ടായാൽ മതി. ഇനി കോപ്പർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്ഡേറ്റിൽ നമുക്ക് കോപ്പർ അയൺ ആർമറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കോപ്പറിൻ്റെ അതിട്ടാൽ വീഡിയോ ഇട്ടാൽ നമ്മൾ മരിച്ചു പോകുന്നില്ല. കോപ്പർ നമുക്ക് നേരെ കിട്ടിയിട്ടൊന്നും ആയിട്ടാണ് ഞാൻ കോപ്പറേറ്റ് ഉണ്ടാക്കാത്തതല്ല. ഇപ്പം ഇഷ്ടം പോലെ കോപ്പർ ഞാൻ അവിടെ ആണുണ്ട്. ഇവിടെ തന്നെ കോപ്പറേറ്റ് ഇത് ഉണ്ടാക്കിയാൽ പറയുന്നു. ഞാൻ ഉണ്ടാക്കില്ല. നമ്മൾ എവിടെയും കാണില്ലല്ലോ കേസ് അയണൊന്നും. കോപ്പർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു അയൺ ഫാം ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇഷ്ടം പോലെ അയൺ ഉണ്ടാവും. ഓരോ മലയുടെ അടുത്ത് അല്ലെങ്കിൽ ഇതേമാരത്തെ ഓരോ സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അയൺ. അയണിൻ്റെ പറ്റി കുറ്റം പറയുമ്പോഴൊക്കെ അപ്പം നമുക്ക് കിട്ടും അയണൊക്കെ. ആ ഒരു അയണ് 2 അയണ്
അത് കുറ്റം പറയുമ്പോൾ മാത്രം കിട്ടും. കാരണം എന്തായാലും കുറ്റം പറയുമ്പോൾ മാത്രം കിട്ടുക. കുറ്റം പറയാത്തപ്പോഴോ ഒരു അയൺ പോയിട്ട് ഒരു ഗോൾഡ് പോലും കിട്ടൂല അവിടെ. എന്തൊരു കഷ്ടമല്ലേ ഗൈസ്, എന്തൊരു അവിടെ അയണൊന്നുമില്ല. മുതിരപ്പുറത്ത് കേവാണല്ലോ. നമുക്കൊരു വില്ലേജ് നല്ലൊരു സിസ്റ്റമല്ലല്ലോ. ഈ ഭാഗത്തൊക്കെ ഒരു വില്ലേജ് സിസ്റ്റം. ഈ ഭാഗത്തൊക്കെ ആകുമ്പോൾ ഒരു വില്ലേജ് കിട്ടിയല്ലോ. ആണ് കുറേ പോണ ഒരു വില്ലേജ് കണ്ടെത്താനായിട്ട്. ചെറിയ ഭ്രാന്ത് കഴിച്ച് കുറേ ചെറിയ മൂലകം നോക്കാൻ നല്ലൊരു പണി ഉണ്ടാവും. നമുക്കൊരു വില്ലേജ് കിട്ടി. അവിടെ തൊട്ടൊരു ഇതുണ്ടായ നേരെ ഓടിയെങ്കിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കിയ ഗൈസ്. നേരെ ഇതൊന്നും നോക്കാതെ നേരെ ഓടിയെങ്കിൽ ആലോചിച്ച് നോക്കിയ നേരെ ഈ കൊഴിഞ്ഞാടും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 5 ദിവസമൊക്കെ നമ്മൾ കഴിഞ്ഞു പോയതൊക്കെ വെറുതെ ആവും. പിന്നെ ഈ ഭാഗത്ത് ലെക്കുണ്ട് കേട്ടോ. നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂലക്ക നടക്കാൻ പൊളി സ്ഥലം ഇഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് ഇനി എത്ര ആണെങ്കിൽ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. എന്താണ് സൗണ്ട്? ക്രീപ്പർ പൊട്ടിത്തെറിച്ചാണോ? ഞാൻ അവിടെ നിന്ന് പോട്ടെ. ഇന്നത്തെ സ്ഥലമാകുമ്പോൾ ഒരു വീടുണ്ടാക്കാൻ കഴിയുന്നത്. ഇതാകുമ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ അധികം ചിലപ്പം ഏമാറ്റം ഇതുണ്ടാവും നമുക്ക് ഫുഡ് കഴിക്കാൻ. നമുക്ക് ഫുഡിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ ഈ ഒരു വില്ലേജിൽ നിന്ന് നിൽക്കാം. പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അയണ് മാത്രം കിട്ടിയില്ല. അയണ് നമുക്ക് ആ ഭാഗത്ത് പോയോക്കാല്ലേ. ചിലപ്പോൾ ആ ഭാഗത്തൊക്കെ എവിടെയും നല്ലൊരു അയണ് നല്ല കിട്ടാൻ ഒരു 10-25 കിട്ടിയാൽ നമുക്ക് മൊത്തം നമുക്കൊരു 25-26 ഇത് കിട്ടിയാൽ 24 കിട്ടിയാൽ മതി നമുക്ക് ഫുള്ള് ആർമറാവാൻ. പക്ഷെ 25 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം. ഷീൽഡും ഉണ്ടാക്കാം നമുക്ക്. പക്ഷെ ഇന്നത്തെ സ്ഥലം പേടിയാണ്. നമുക്കിവിടെ ബെഡ് വെക്കാം. നമുക്ക്
വെട്ടി വെച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല. ഡെഡ് ആകുമ്പോൾ തിരിച്ചും കിട്ടാൻ വരുന്നില്ലല്ലോ. ഇന്നത്തെ സ്ഥലം ഒന്ന് നല്ലോണം പരിശോധിച്ച് നോക്കണം. ഇന്നത്തെ പകുതി ഭാഗം സ്റ്റോണിൻ്റെതാകുമ്പോൾ എന്താണത് തുടങ്ങാനും പറ്റില്ല. വില്ലേജസൊക്കെ കടന്നുറങ്ങണ്ടല്ലേ, നമുക്ക് മാത്രമേ ഇരുട്ടാണ് കടന്നിറങ്ങത്തില്ല. ഇരുട്ടാണെങ്കിൽ മുന്നേ കാണാൻ പോലെ വില്ലേജസ് കടന്നുറങ്ങുന്നു. പക്ഷെ നമുക്ക് അതേമാതിരി പറ്റില്ല. അതെന്തുകൊണ്ട് നമുക്ക് അതേമാതിരി പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ദിവസം കടന്നു പോയതിന്. ക്രീപ്പർ ക്രീപ്പർ അയണൊന്നും കാണില്ലല്ലോ. ഈ ഭാഗത്തല്ലേ വില്ലേജ്? അത് നോക്കി വെച്ചോ. ഓരോ സ്ഥലത്തും ഞാൻ നോക്കി ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ നമ്മൾ വില്ലേജ് മറന്നു പോകും. കോളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. മറ്റേ മരം ഇങ്ങനത്തെ മരം ഇഷ്ടമാണ് ഗൈസ്. അതൊരു നല്ലൊരു ഇതാണ്. പക്ഷേ അതിനൊരു നല്ലൊരു പാക്ക് ഇട്ടാണെങ്കിൽ, പാക്കല്ല, നല്ലൊരു മോഡ് ഇട്ടാണെന്നുണ്ടെങ്കിൽ ഇതാക്കി നല്ല അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസകരം. അയിമത്തെ ആ ഇല ഇങ്ങനെ കൊയ്യണതോ, പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നല്ല ക്ലിയർ ഇല്ല, ക്വാളിറ്റി ഇല്ല, വെയിലൊക്കെ അടിച്ചുമ്പോൾ ഇതുണ്ടാവില്ലേ, ഒരു എന്താ പറയുക, കുറച്ച് ചോദിന് പറയത്ത് കഴിയില്ല. നല്ല രസമാണ് സംഭവം കാണാനവിടെ. ഇവിടെ തന്നെയല്ലേ നമുക്ക് തപ്പിത്തരും, നമുക്ക് അവിടെ നിന്ന് കളിക്കാം അതൊക്കെ. പക്ഷെ നമുക്ക് അതല്ല, നമുക്കിപ്പോൾ അത്യാവശ്യമുണ്ട്. ഇതൊന്നും നോക്കിയിട്ടൊന്നും അയണാണല്ലോ അയൺ. എന്നാ ഹങ്കർ ഇത് കിട്ടില്ലല്ലോ ഗൈസ്. ഒരയണ് പോലും കിട്ടുന്നില്ല. ഈ ഭാഗത്തേക്ക് പോയോക്കട്ടെ. ഈ ഒരു മൂലകത്തെ മലയിലൊന്നും കാണുന്നില്ല, ഒരു കുന്നം കാണുന്നില്ല. ഈ ഒരു മരം ഞാൻ നോക്കി ഇങ്ങനെ പോയപ്പോഴാണ് ഞാനത് കണ്ടത്. കോളുണ്ട്, കോൾ ഇഷ്ടം പോലെ. അത് നമുക്ക് ആവശ്യം വരും. എന്നാലും skeleton അയൺ ഇവിടുന്നൊന്നും സ്കെൽറ്റാൻ കൂടുതലല്ലേ. ഈ ഒരു തീട്ട പോയി അയൺ തപ്പി പോകുന്നത്. മൂന്ന് ലൈഫാണ് പോയിട്ടുണ്ട്. പോട്ടെ, എന്തെങ്കിലും ഇതൊക്കെ മേത്തേക്ക് വരും. ഈ മഴ ആകുമ്പോഴും മഴ ആകുമ്പോഴും ബേഡ്സ് നമ്മൾ
എന്താണെന്ന് വെച്ചാൽ ഈ മഴ ആകുമ്പോഴും ഈ ക്രീപ്പറും സ്പൈഡറും സ്പേസ് ഈ മഴക്കാലാകുമ്പോൾ ഫോണാവുന്നുണ്ട്. എന്ത് ചെയ്യാൻ മഴക്കാലം വന്നാലും പ്രശ്നമില്ലെങ്കിൽ മഴക്കാലാകുമ്പോൾ ഇരുട്ടാവില്ലേ കുറച്ചൊക്കെ. ഇരുട്ടും കാര്യങ്ങളൊക്കെ ഫോണാകും ചെയ്യും. ഇവിടെ നമുക്കൊരു വില്ലേജിനെ കാണുന്നുണ്ട്. നമുക്കിതപ്പോൾ നമ്മളെ വേലയാക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്, ബൈ 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 ബൈ.